ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊന്നും ആരും പറഞ്ഞു തരാറില്ല. ഈ വീഡിയോ ഫുൾ കണ്ടാൽ ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് സേഫർ ആയിട്ടുള്ള അസറ്റിൽ ഇടണം. രണ്ടാമത്തേത്, നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എന്തുകൊണ്ട് ബിഗിനർ എന്ന രീതിയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യണം റാദർ ദാൻ സ്റ്റോക്സ്. മൂന്നാമത്തേത്, ഹൗ ടു സെലക്ട് എ മ്യൂച്വൽ ഫണ്ട്. ഈ വീഡിയോയുടെ മേജർ പാർട്ടും എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തേത്, വാട്ട് ആർ ദ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് എ മ്യൂച്വൽ ഫണ്ട്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റുകളാണ് അതിലുള്ളത്, വളരെ കോസ്റ്റ് കൂടിയ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മുടെയൊക്കെ പേരൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ സാലറിയുടെ ഒരു പാർട്ട് സേവ് ചെയ്യണമെന്നത്. അത് FDയിലോ RDയിലോ ചിട്ടിയിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ അസറ്റ് ക്ലാസ്സുകൾ ഉള്ളപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ റൂളിനെ കുറിച്ചാണ് ആദ്യം തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഈ റൂള് 100-X എന്നാണ് അറിയപ്പെടുന്നത്. ഈ റൂൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ 25 വയസ്സാണ് എന്ന് കരുതുക. നിങ്ങൾ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഏകദേശം 10,000 രൂപയാണെന്നും കരുതുക. സോ ഈ 10,000 രൂപയുടെ 25% എന്നത് 2,500 രൂപയാണ്. ഈ 2,500 രൂപ സേഫായ FDയിലോ ചിട്ടിയിലോ RDയിലോ ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 100-25, അതായത് 75%, 10,000ന്റെ 75%-മായ 7,500 രൂപ നിങ്ങൾ എക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു റൂളാണ്. ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ പെർസെൻറ്റേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ സേഫായ ഒരു ഇൻവെസ്റ്റ്മെന്റുമായി മുന്നോട്ട് പോകാനും സാധിക്കും. സോ ഒന്നാമത്തെ ക്വസ്റ്റിനെ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. മ്യൂച്വൽ ഫണ്ട്സ് എന്നാൽ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് ആണ്. ഈ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത് ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. ഞാനോ നിങ്ങളോ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാഷ് മാനേജ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനെ ഏൽപ്പിക്കുന്നു. അവർ സ്റ്റോക്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയും കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പഠിക്കുകയും അതുവഴി ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനീസ് കണ്ടുപിടിക്കുകയും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷിന് അഗൈൻസ്റ്റായി നമുക്ക് നല്ല റിട്ടേണും അതുവഴി കിട്ടുന്നു. ഇന്ന് പല ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡെപ്റ്റിലും ഗോൾഡിലും വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്യാനും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, എന്തിനാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിന് പകരം സ്റ്റോക്സ് വാങ്ങിയാൽ പോരെ എന്ന്. നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ സ്റ്റോക്സും അറിയാമെങ്കിൽ ആ സെയിം സ്റ്റോക്ക് വാങ്ങിയാൽ പോരെ. 3 റീസൺസ് കൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്കിനേക്കാൾ ബെറ്റർ ആകുന്നത്. ഒന്നാമത്തേത് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ആണ്. ഒരു മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ കമ്പനീസും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലാർജ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ വേണം. ഓരോ കമ്പനിയുടെ ഓരോ സ്റ്റോക്സ് മാത്രം വാങ്ങിയാൽ പോലും അതൊരു വലിയ എമൗണ്ടായി വരും. മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഈ സ്റ്റോക്സ് എല്ലാം അയാളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുകയും ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക വഴി ഈ സ്റ്റോക്സിന്റെ എല്ലാം ഫ്രാക്ഷണൽ ഓണർഷിപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. വെറും 500 രൂപയ്ക്ക് വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് റീബാലൻസിംഗ് ആണ്. ഇഫ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലുള്ള ഒരു കമ്പനി നല്ലതായി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാനേജർ ആ കമ്പനിയെ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റിയ ശേഷം നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയെ അതിന് പകരം ആഡ് ചെയ്യുന്നു. മൂന്നാമത്തേത് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ സം വാല്യൂ സ്റ്റോക്സ് ആണ്. നമുക്ക് ഓരോ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് വായിക്കാനും അതിൽ നിന്ന് അത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ വായിച്ച് നമ്മൾ കൊടുത്ത ക്യാഷ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് നല്ല കമ്പനി കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി അവർ ചെറിയൊരു ഫീസ് നമ്മളിൽ ചാർജ് ചെയ്യുന്നു. ഈ ഫീസിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയുടെ 4ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഒരു ബിഗിനർ എന്ന രീതിയിൽ നല്ല സ്റ്റോക്സ് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പത്തിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നല്ലൊരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതാണ്. ഈ സെഷനിൽ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 3 ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്നാമത്തേത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് FDയുടെ സിമിലർ ആയിട്ടുള്ള റിട്ടേൺസ് തരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഫിക്സഡ് റിട്ടേൺ എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു. ഈ മ്യൂച്വൽ ഫണ്ട്സ് കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് ബോൺസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ FDയിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട്സ് ഏത് മാർക്കറ്റ് കണ്ടീഷനിലും സ്റ്റഡിയായ റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സേഫായ ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തേത് ഇക്വിറ്റി ഓർ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിലാണ്. മൂന്നാമത്തേത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആണ്. ഈ മ്യൂച്വൽ ഫണ്ട് ആദ്യത്തെ 2 മ്യൂച്വൽ ഫണ്ട്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ചിലത് 25% ഡെപ്റ്റിലും 75% സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ചിലത് ഗോൾഡ് ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ബേസിക്കലി 3 ഡിവിഷൻസ് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഉള്ളെങ്കിൽ പോലും ഏകദേശം 2000-ൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഈ സെലക്ഷൻ എളുപ്പമാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ ടൈം പീരീഡ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ടൈം പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം പീരീഡ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് ഷോർട്ട് ടേം. ഷോർട്ട് ടേം എന്ന് പറയുന്നത് 2 വർഷമോ അതിൽ താഴെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. രണ്ടാമത്തേത് മിഡ് ടേം എന്ന് പറയും. 2 to 5 വർഷമാണെങ്കിൽ അതിനെ മിഡ് ടേം എന്ന് വിളിക്കുന്നു. മൂന്നാമത്തേത് ലോങ് ടേം ആണ്. 5 വർഷത്തിന് മുകളിലുള്ള എല്ലാത്തിനെയും ലോങ് ടേം എന്നും വിളിക്കുന്നു. വൈ ആക്സിസിൽ റിസ്ക് ആപ്പിറ്റൈറ്റ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. റിസ്ക് ആപ്പിറ്റൈറ്റിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലോ, മീഡിയം ആൻഡ് ഹൈ. ഹൈ റിസ്ക് എന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ ഹൈ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈ റിസ്ക്കുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രപ്പോർഷൻ കുറച്ചാൽ നമുക്ക് റിസ്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോങ് ടൈമിലേക്കാണെന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ ലോ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലാണ്. റിലയൻസ്, TCS, ഇൻഫോസിസ്, HDFC, ഏഷ്യൻ പെയിന്റ്സ് ഇതുപോലത്തെ കമ്പനികളിലാണ് ഈ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനികൾ വളരെ വലുതായതുകൊണ്ടും ലാർജ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതുകൊണ്ടും ഈ കമ്പനികൾ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ലോങ് ടൈമിലേക്ക് മീഡിയം റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലാണ്. ഈ മ്യൂച്വൽ ഫണ്ട് മീഡിയം സൈസുള്ള കമ്പനീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പനികൾ ഭാവിയിൽ ലാർജ് ക്യാപ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലാർജ് കമ്പനീസുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനീസ് ഫെയിൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻ കേസ് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹൈ റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലാണ്. ഈ കമ്പനീസ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് വളരാനുള്ള പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. ബട്ട് ചെറുതായതുകൊണ്ട് തന്നെ ഫെയിൽ ആകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക്കും. സോ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് SBIയുടെ ലാർജ് ക്യാപ് ഫണ്ടും മിഡ് ക്യാപ് ഫണ്ടും സ്മോൾ ക്യാപ് ഫണ്ടും കമ്പയർ ചെയ്ത് നോക്കാം. ബൈ ദ വേ, ഞാൻ യൂസ് ചെയ്യുന്ന ടെർമിനൽ സെറോദയുടെയാണ്. ഈവൻ അക്കൗണ്ട് ഇല്ലാത്തവർക്കും കോയിൻ ബൈ സെറോദ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് ആർക്കെങ്കിലും അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് SBIയുടെ ബ്ലൂ ചിപ്പ് ഫണ്ടും മിഡ് ക്യാപ് ഫണ്ടും സ്മോൾ ക്യാപ് ഫണ്ടുമാണ്. ബ്ലൂ, റെഡ്, യെല്ലോ ലൈൻസ് റെസ്പെക്റ്റീവ് ഫണ്ട്സിന്റെ റിട്ടേൺസിന് നമുക്ക് കാണിച്ചു തരുന്നു. ഡേറ്റ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 ഇയറിന്റെ ആവറേജ് CAGR റിട്ടേൺസ് ബ്ലൂ ചിപ്പ് ഫണ്ടിന് ഏകദേശം 16%, മിഡ് ക്യാപ് ഫണ്ടിനും സ്മോൾ ക്യാപ് ഫണ്ടിനും ഏകദേശം 30% എന്നുമാണ്. നല്ല റിട്ടേൺസ് ആണ് മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാകുമ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടാണ് മാക്സിമം വീഴുന്നതെന്നും അതിനുശേഷം മിഡ് ക്യാപ് ഫണ്ടാണ് വീഴുന്നതെന്നും അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ട്സ് കമ്പാരിറ്റീവ്ലി കുറച്ചേ വീണിട്ടുള്ളൂ എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഒരു ഫോൾ വരുമ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നല്ല വോളറ്റിലിറ്റി കാരണം താഴേക്ക് നല്ല രീതിയിൽ വീഴുകയും അവ ഹൈ റിസ്ക് ഉള്ളതായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ട്സ് വളരെ കുറച്ച് വീഴുകയും ലോ റിസ്ക് ഉള്ള ഫണ്ടായി മാറുകയും ചെയ്യുന്നു. സോ കമ്മിങ് ബാക്ക് ടു അവർ ഗ്രാഫ്, നിങ്ങളൊരു മിഡ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ലോങ് ടേമിലെ പോലെ തന്നെ നിങ്ങൾക്ക് ലോ റിസ്ക് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ബാലൻസ്ഡ് ലാർജ് ക്യാപ് ഫണ്ട് ചൂസ് ചെയ്യുക. ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ ഒരു പാർട്ട് ഫിക്സഡ് ഇൻകം അസറ്റിലും ബാക്കി പോർഷൻ ലാർജ് ക്യാപ് കമ്പനീസിലുമാണ് ഇൻവെസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഡീസന്റ് ആയ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ മീഡിയം റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ബാലൻസ്ഡ് മിഡ് ക്യാപ് ഫണ്ട്സ് ആണ്. മുമ്പത്തെ എക്സാമ്പിൾ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗം ഫിക്സഡ് ഇൻകം അസറ്റിലേക്കും ബാക്കി ഭാഗം മിഡ് ക്യാപ് കമ്പനീസിലേക്കുമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മീഡിയം ടേമിലേക്ക് ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആണാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മൾട്ടി ക്യാപ് ഫണ്ടിലാണ്. മൾട്ടി ക്യാപ് ഫണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പല ഇൻഡസ്ട്രിയിലും മുന്നിൽ നിൽക്കുന്ന കമ്പനീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മൾട്ടി ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും ഈ ഫണ്ടിന്. 100% ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റിയിലായതുകൊണ്ട് തന്നെ 2 to 5 വർഷത്തിനിടയ്ക്ക് ഒരു മാർക്കറ്റ് ക്രാഷ് വന്നാൽ നിങ്ങൾക്ക് നഷ്ടവും സംഭവിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു മാർക്കറ്റ് ക്രാഷ് വന്നാൽ 2 വർഷത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ ലോ റിസ്ക് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെപ്റ്റ് ഫണ്ടിലാണ്. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആൻഡ് കോർപ്പറേറ്റ് ബോൺസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷുവറായ ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഈ റിട്ടേൺസ് FD റിട്ടേൺസിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് മീഡിയം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലിക്വിഡ് ഫണ്ട്സിലാണ്. ഈ ഫണ്ട്സ് മെയിൻലി ഹൈലി ലിക്വിഡായ ട്രഷറി ബിൽസിലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് ഡെപ്റ്റ് ഫണ്ടിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയ റിട്ടേൺ നമുക്ക് തരുന്നു. ഇൻ കേസ് ഷോർട്ട് ടേമിൽ ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഹൈബ്രിഡ് ഫണ്ട്സിലാണ്. നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് ഡെപ്റ്റിലും ഇക്വിറ്റിയിലും ഗോൾഡിലും ഒക്കെ പല റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് ഫണ്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഫണ്ട്സിന്റെ ഡീറ്റെയിൽസ് എടുത്താൽ ഏതൊക്കെ സെക്ടറിൽ ഏതൊക്കെ ബോൺസിലും എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
സോ എല്ലാ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടും മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് തന്നെ പല വെയിറ്റേജിലുള്ള ഈ 9 ടൈപ്പ് ഓഫ് ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഏജും റിസ്ക് ആപ്പിറ്റൈറ്റും അനുസരിച്ച് ഞാൻ 30% ഹൈ റിസ്കിലും 40% മീഡിയം റിസ്കിലും 30% ലോ റിസ്കിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷനായി എടുക്കരുത്. ഞാൻ എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്പെറ്റപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ കമ്മിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് യു പേ ഫോർ മ്യൂച്വൽ ഫണ്ട്? മെയിനായിട്ടും 2 കോസ്റ്റ് ആണുള്ളത്. ഒന്നാമത്തേത് എക്സ്പെൻസ് റേഷ്യോയും രണ്ടാമത്തേത് എക്സിറ്റ് ലോഡും. ഏത് മ്യൂച്വൽ ഫണ്ട് നമ്മൾ നോക്കിയാലും നമ്മൾ ഈ 2 വാല്യൂസും ഉറപ്പായും ചെക്ക് ചെയ്യണം. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ആ ഫണ്ട് മാനേജ് ചെയ്യാൻ അവർ ചാർജ് ചെയ്യുന്ന ഫീസാണ്. ഫോർ എക്സാമ്പിൾ, SBയുടെ ഹൈബ്രിഡ് ഫണ്ടാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് വെക്കുക. അതിൻ്റെ എക്സിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.81% ആണ്. അതുപോലെ തന്നെ സെയിം ഫണ്ടിൻ്റെ ഡിറക്റ്റും റെഗുലർ പ്ലാനും തമ്മിൽ എക്സ്പെൻസ് റേഷ്യോ വ്യത്യാസമുണ്ടാവും. എപ്പോഴും ഡിറക്റ്റ് ഫണ്ടിനായിരിക്കും ലോവർ എക്സ്പെൻസ് റേഷ്യോ ഉള്ളത്. ഡിറക്റ്റ് ഫണ്ട് നമ്മൾ വാങ്ങുമ്പോൾ കോയിൻ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റായി തന്നെ നമ്മൾ ഫണ്ട് ഹൗസിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കമ്മീഷനുമില്ല. റെഗുലർ ഫണ്ട് വാങ്ങുമ്പോൾ ഒരു ഏജന്റ് ഇടയ്ക്ക് വരികയും അയാളുടെ കമ്മീഷൻ കൂടി അതിൽ ആഡ് ആകുകയും ചെയ്യുന്നു. ബാങ്കിൽ നിന്ന് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുവാണെങ്കിൽ അത് മിക്കവാറും റെഗുലർ ഫണ്ട് ആയിരിക്കും. രണ്ടാമത്തെ കോസ്റ്റ് എക്സിറ്റ് ലോഡാണ്. അതായത് നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പെൻസ് വരുന്നതാണ്. അതിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് വിളിക്കുന്നത്. ഈ വാല്യൂ 0 തൊട്ട് 1% വരെ വേരി ചെയ്യാറുണ്ട്. 1 ഇയർ കഴിഞ്ഞാൽ മിക്ക ഫണ്ടിനും എക്സിറ്റ് കോസ്റ്റ് ഉണ്ടാകാറില്ല. സോ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഇത് ടാക്സ് ചെയ്യുന്നത് എന്നത്. നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് 1,10,000 രൂപയായി. ഇൻ കേസ് നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പാണ് പിൻവലിക്കുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സായി നിങ്ങളുടെ പ്രോഫിറ്റിന്റെ 15% ആയ 1,500 രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായി വരും. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സായി പ്രോഫിറ്റിന്റെ 10% 1,000 രൂപയും ടാക്സായി നൽകേണ്ടി വരും. നിങ്ങൾ ഇതുവരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും കോമ്പൗണ്ടിങ്ങിൻ്റെയും പവർ മനസ്സിലാക്കാൻ ഈ ലിങ്കിൽ കാണുന്ന വീഡിയോ ഉറപ്പായും ക്ലിക്ക് ചെയ്യുക.